ശിരൂരിൽ അർജുന് വേണ്ടിയുള്ള ഇന്നത്തെ തിരച്ചിലിൽ നിർണായക വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അർജുന്റെ വാഹനത്തിന്റേതെന്ന് കരുതുന്ന ഹൈഡ്രോളിക് ജാക്കി ഇപ്പോൾ തിരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നു. ഈശ്വർ മാൽപ്പയും സംഘവും നടത്തിയ തിരച്ചിലാണ് നിർണായകമായ ഒരു വിവരം ഇന്ന് ലഭിച്ചിരിക്കുന്നത്. നാളെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുന്നു. രാവിലെ 8 മണി മുതൽ 4 ഡൈവർമാർ ആഴങ്ങളിലേക്ക് ഇറങ്ങി മുങ്ങിത്തപ്പും. നാളെ നേവിയുടെയും NDRFിന്റെയും സംഘം കൂടി തിരച്ചിലിന്റെ ഭാഗമാകുമ്പോൾ പ്രതീക്ഷ ഒരുപാടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. സാരംഗ് ചേരുന്നുണ്ട് ശിരൂരിൽ നിന്നും. സാരംഗ്, ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഹൈഡ്രോളിക് ജാക്കി അത് അർജുന്റെ വാഹനത്തിന്റെ തന്നെയാണെന്ന് ഉടമ മനാഫ് കൂടി പറയുമ്പോൾ കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. നാളത്തെ ഇനിയുള്ള പ്ലാനിങ് എങ്ങനെ? പ്രജീഷ്, എന്തായാലും നാളെ രാവിലെ 8 മണി തൊട്ട് തന്നെ SDRFും NDRFും ഇത്തരത്തിൽ ഈശ്വർ മാൽപ്പയുടെ സംഘമടക്കമുള്ള ഇവിടെയുള്ള സംഘടിപ്പിക്കാൻ കഴിയുന്ന തദ്ദേശീയ മത്സ്യത്തൊഴിലാളികളടക്കമുള്ള സംഘം ഇവിടെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഏറ്റവും അവസാനം ഇവിടുത്തെ കാർവാർ MLA നമ്മളോട് പ്രതികരണത്തിന് ശേഷം മടങ്ങുന്നതിന് തൊട്ട് മുൻപായി പറഞ്ഞു വെച്ചത്. മാത്രമല്ല, ഇനി ഇവിടെ നേവിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം ആദ്യമേ ഒരു ചോദ്യചിഹ്നം എന്നോണം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുന്നതിന് തൊട്ട് മുൻപും അദ്ദേഹം അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. നേവിക്ക് എന്ത് ചെയ്യാൻ കഴിയും, നേവിക്ക് 1 മാസത്തോളം ഇവിടെ പ്രവർത്തിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് കാണാം, എന്തായാലും ഇന്നത്തെ നിർണായകമായ ഒരു വിവരം എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കുന്ന ഹൈഡ്രോളിക് ജാക്കി ലിവറാണിത്. ഏകദേശം വലിയ കനമുള്ള ഒരു ജാക്കി ലിവറാണ്. കാരണം വലിയ തോതിൽ ഇത്തരത്തിൽ ടാങ്കറിലൊക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ തന്നെ പെട്ടെന്ന് എടുത്തു മാറ്റാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് ഇത്. വാഹനത്തിന്റെ പുറത്തുള്ള ഒരു ഭാഗത്ത് ഒരു പ്രത്യേക ബോക്സിൽ ഇത്തരത്തിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബോക്സിലായിരുന്നു ഇത്തരത്തിൽ ലിവർ സൂക്ഷിച്ചിരുന്നത് എന്നാണ് മനാഫ് നമ്മൾക്ക് നൽകുന്ന വിവരം. മാത്രമല്ല, ഈ വാഹനത്തിൽ തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്.